ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, പക്ഷെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടുന്നുള്ളൂ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റോട് കൂടിയ ബിരിയാണി തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് കഴുകി വൃത്തിയാക്കിയ ചിക്കനും അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് പെരക്കി വെക്കണം. അതിന് ശേഷം അതിന് വേണ്ട സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അതിന് ശേഷം ഉള്ളിയും തക്കാളിയും വേണം. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ചിക്കന് അത് കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ കറി വെക്കാനാണ്, കുറച്ച് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. അതായത് വലിയ പീസെല്ലാം നമ്മൾ വറുത്ത് കുറച്ച് മൊരിഞ്ഞാൽ മതി. എന്നിട്ട് എടുക്കുക. കുറച്ചും കൂടി മൊരിച്ച് നല്ലതാണ്. ഞാൻ കുറച്ച് മൊരിച്ചെടുത്തതാണ്. അതിനുശേഷം അതേ ചട്ടിയിലോട്ട്, അതായത് ഉരുളിയിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓനിയൻ, അതായത് ഒരു ഉള്ളി എടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് അതിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പൊരിച്ച ചിക്കന് നല്ല ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ പൊരിക്കുന്നത്. അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്, അതായത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ചിക്കൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എല്ലാം കൂടി എടുത്ത് വെക്കുക. കരിഞ്ഞു പോകരുത്, നോക്കണം, ശ്രദ്ധിക്കണം. അതിനുശേഷം അതേ ചട്ടിയിലോട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 5-6 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തെങ്കിൽ വേഗം വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ മലയാളത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും, അത് പ്ലീസ് ക്ഷമിക്കുക. അപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അതിനുശേഷം തക്കാളി, ഒരു 3 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ച് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും നല്ലതുപോലെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഞാൻ ഇളക്കുന്നുണ്ട്. ചാനലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫുൾ വീഡിയോ കണ്ടാലേ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി ടേസ്റ്റോട് കൂടി ആക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം 3 തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക. അതിനുശേഷം വേണ്ടത് മുളക് പൊടിയും, മല്ലിപ്പൊടിയും, കുരുമുളക് പൊടിയും, പിന്നെ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഗരം മസാലയും, പിന്നെ ചിക്കൻ മസാല, ഇത് എല്ലാം കൂടി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കരിയാണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം എല്ലാം കൂടി തട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറുന്നവരെ മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും തക്കാളി വഴറ്റി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കന് കുറച്ച് മുളക് പൊടി കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ റെഡിയാവും. അതിനുശേഷം ഒരു നുള്ള് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇത്രയും മതി. പക്ഷെ ചിലവർ തൈര് ആഡ് ചെയ്യും. ഞാനിപ്പോൾ തൈര് ചേർത്തിട്ടുണ്ട്. കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഇട്ടെങ്കിൽ നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ഗ്രേവി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഉപ്പ് നോക്കാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക.
നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് കുറച്ച് ബ്രൗൺ കളറാവുന്നവരെ ആക്കിയിട്ട് എടുക്കുക. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രൗൺ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ അത് ഫ്രൈ ചെയ്ത് എടുക്കണം. അത്യാവശ്യം നമുക്ക് എത്ര വേണം അത്ര യൂസ് ആക്കിയാൽ മതി. അതായത് മുന്തിരിയും അണ്ടിപ്പരിപ്പും അധികം വേണവർ അധികം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കറുകപ്പട്ട അങ്ങനത്തെ സാധനങ്ങൾ, ഗരം മസാല എന്ന് പറഞ്ഞാൽ കിട്ടും, അതിൽ വേണ്ട സാധനങ്ങൾ കുറച്ച് കുറച്ച് ആഡാക്കി കൊടുക്കുക. അതിന് ശേഷം റൈസ് എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിന് അനുസരിച്ച് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വീതം വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. ഇപ്പം ഞാനിപ്പോൾ എടുത്തത് 4 ഗ്ലാസ് അരിയാണ്, അതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. അതിൽ ഒരു ചെറുനാരങ്ങൻ്റെ തോടും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ട് അത് തിളയ്ക്കുന്നവരെ, അതായത് പതക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അരിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുതിരാൻ വേണ്ടിയിട്ട്. ഒരു 1/4 മണിക്കൂർ 10 മിനിറ്റ് മതി, അരമണിക്കൂറും വെക്കും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഫുള്ളായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി അവിടെ കളറിന് വേണ്ടി ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെക്കുക. അതിനുശേഷം ഞാൻ ഒരു സൈഡ് സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും പിന്നെ കുക്കുംബറും പിന്നെ തക്കാളിയും കൂടി ചേർത്തിട്ട് തൈരും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുത്താൽ നമ്മുടെ സാലഡ് ഇവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് സാലഡ്. പിന്നെ അതിൻ്റെ സൈഡിൽ അച്ചാറും കൂടി വെക്കുക. ഇതിന് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുത്താൽ നമ്മുടെ സാലഡ് റെഡി. ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ മുകളിൽ ഡെക്കറേഷൻ ചെയ്യുക, അതായത് ഭംഗിക്ക് വേണ്ടിയിട്ട് നേരത്തെ വറുത്ത് കോരി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവറാണിപ്പോൾ. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനും. പിന്നെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ബിരിയാണി കഴിക്കുമ്പോൾ. അതിനുശേഷം മല്ലിച്ചപ്പും ബാക്കിയുള്ള മല്ലിച്ചപ്പ് മൊത്തം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഒരിക്കൽ അടച്ച് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇപ്പോഴും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. കുറച്ച് 2 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫാക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് കളറിന് വേണ്ടി, റൈസിൻ്റെ മുകളിൽ കളറിന് വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തും ഒഴിച്ച് കൊടുക്കുക. നെയ്യിൽ കൊടുത്തെങ്കിൽ നല്ല രസമായിരിക്കും. അതിനുശേഷം ഒരിക്കൽ കൂടി അടച്ച് വെച്ചെങ്കിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഫുൾ മിക്സ് ആക്കിയിട്ട് ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് റൈസ് മൊത്തത്തിൽ മൂടി വെക്കുക. അതൊരു ഡെക്കറേഷനാണ്, വലിയതായിട്ടൊന്നുമില്ല, ചെറിയ ഡെക്കറേഷനാണ് ഉള്ളത്. അതിനുശേഷം സൈഡിൽ നമുക്ക് തൊട്ടുകൂട്ടാൻ അച്ചാർ വെക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സാലഡും വെച്ച് കൊടുത്തെങ്കിൽ നല്ല അടിപൊളിയായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.